ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡ്രങ്കൻ പാൻഡ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്നത് കാരണം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഗേൾസിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എസ്പെഷ്യലി ഹെയർ ട്രാൻസ്ഫോം ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ടോപ്പിക് വേറെ ഒന്നുമല്ല, ഹെയർ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് പാർട്ട് 2 ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഞാൻ ഏകദേശം മുടി സ്മൂത്ത് ചെയ്തതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇട്ടൊരു വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ ഹെയർ സ്മൂത്ത് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു, 2 വർഷം ആവാറായി. അപ്പോൾ അന്ന് ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ സ്മൂത്ത് ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം റൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഇതുവരെ റൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന ടൈം ഞാൻ സ്മൂത്ത് ചെയ്തിട്ട് ഒരു 3 മാസം ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 3 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ടോട്ടലി സ്മൂത്ത് ചെയ്തിട്ട് ഇപ്പം ഒരു 2 ഇയേഴ്സ് ആവുന്നു. അപ്പം ഇപ്പം എനിക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, പിന്നെ ആ വീഡിയോ എനിക്ക് ഇപ്പൊ കാണുമ്പോൾ ചിരി വരും. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ടൈം ഇട്ട വീഡിയോ ആയിരുന്നു അത്. അതിൽ ഞാൻ ഭയങ്കര ലാഗായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് ഭയങ്കര സ്പീഡ് വന്നു തുടങ്ങിയത് സംസാരത്തിൽ. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ 2x ഇട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഹെയർ സ്മൂത്തനിങ് എക്സ്പീരിയൻസ്. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത്. കാര്യം എൻ്റെ ഹെയർ അല്ല ഇപ്പൊ നിങ്ങൾക്കുള്ളത്. എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ വേറെ ആയിരിക്കും, നിങ്ങളുടെ ടെക്സ്ചർ വേറെ ആയിരിക്കും. അതുപോലെ ജനറ്റിക്സ് എല്ലാം ഇതിന് ബാധകമാണ്. അപ്പോൾ ഒരാൾക്ക് ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് അത് പറ്റണം എന്നില്ല. ഓക്കെ, ഓരോരുത്തരുടെ ഹെയറിന്റെ ടെക്സ്ചറും അവരുടെ തിക്നെസ്സും ഒക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ മുടി സ്മൂത്ത് ചെയ്യണതിന് മുന്നേ എനിക്ക് ഭയങ്കര ഫ്രിസ്നെസ്സും ഭയങ്കര ഡ്രൈയും ഒക്കെ ആയിരുന്നു എന്റെ ഹെയർ. അത്യാവശ്യം നല്ല ലോങ് ഒക്കെ ആയിരുന്നു, നല്ല നീളം ഉണ്ടായിരുന്നു, എന്നാൽ കട്ടി കുറവായിരുന്നു. കാര്യം എന്റെ മുടി നല്ല കട്ടി ഉണ്ടായിരുന്ന മുടിയായിരുന്നു. പക്ഷെ PCOD വന്നതിന് ശേഷം നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ കയ്യിൽ കിട്ടുന്ന ഇത്ര കട്ടയ്ക്ക് മുടികളാണ് കൊഴിഞ്ഞു പോവാറ്. അപ്പം അങ്ങനെ നല്ല ഹെയർ ഫോള് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് ഞാൻ മുടി ഇന്ന് വരെ മുടി ഉണ്ടായിരുന്ന ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കേളി അല്ല, എന്നാ ഒരു വേവി കൈൻഡ് ഓഫ് ടെക്സ്ചർ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഹെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കാരണം ഞാനിങ്ങനെ ചേട്ടനെ സോപ്പിട്ടാണ് ഞങ്ങൾ പിന്നെ പോയി. ചേട്ടൻ സ്ഥിരം പോകാറുള്ള ഒരു പാർലറിലാണ് പോയി സ്മൂത്ത് ചെയ്തത്. അപ്പൊ സ്മൂത്ത് ചെയ്തിട്ടൊക്കെ വന്നപ്പോ ഞാൻ സ്മൂത്ത് ചെയ്ത സമയത്ത് എനിക്ക് മുടി കൊഴിച്ചിൽ ഒരുവിധം കുറഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. ഞാൻ മറ്റേ ബോഡി വൈസിന്റെ ഹെയർ ഗ്രോത്ത് ഗമ്മീസ് ഒക്കെ കഴിച്ച് മുടി നല്ലപോലെ വളർത്തിയെടുത്ത ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ അത്യാവശ്യം മുടി കൊഴിച്ചിലൊക്കെ നിന്നു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാൻ പോയി സ്മൂത്ത് ചെയ്തത്. സ്മൂത്ത് ചെയ്തും ഒരു 3-4 മാസം വരെ എനിക്ക് അത്ര ഹെയർ ഫോൾ ഇല്ലായിരുന്നു. കാരണം നമ്മളെ ഹോർമോൺ ബാലൻസിന്റെ ആ ഒരു ഇരിപ്പ് വശം അനുസരിച്ചിരിക്കും നമ്മളെ ഹെയർ ഫോളും കാര്യങ്ങളും എല്ലാം. അതിനുശേഷം പിന്നെ ഞാൻ വെയിറ്റ് ഒക്കെ കൂടിയതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ മുടി കൊഴിച്ചിൽ വന്നത്. അങ്ങനെ പോയി സ്മൂത്ത് ചെയ്തു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹെയർ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഹെയർ മാനേജ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. കാരണം നമ്മൾ ഈ ഫ്രിസ്റ്റി ഹെയർ ഈ ജടയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ എപ്പോഴും മാനേജ് ചെയ്ത് പോകുന്ന ആ ഒരു റൂട്ടീൻ മാറി. പിന്നെ ഹെയർ ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് കിടക്കാൻ തുടങ്ങി മുടി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ സ്മൂത്തനിങ് അല്ല, ഹെയറിൽ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മൾ നല്ല രീതിക്ക് ആഫ്റ്റർ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഹെയർ ആയാൽ പോലും നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഹെയർ ഫോൾ കുറയ്ക്കാനും എല്ലാം പറ്റും. പിന്നെ എനിക്കും സ്മൂത്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം പോയി ചെയ്തത്, അല്ലാതെ എനിക്ക് പഴയ ഹെയർ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ പോയി ചെയ്തു. പക്ഷെ എൻ്റെ ആഗ്രഹം മാറി കിട്ടി. കാര്യം വേറൊന്നുമല്ല, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് ഹെയർ ഫോളും കാര്യങ്ങളൊന്നും സ്മൂത്തനിങ് ചെയ്തതുകൊണ്ടുള്ള ഹെയർ ഫോളും ഹെയർ ഡാമേജും ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല.
പക്ഷേ എങ്കിൽ ഇത് മുടി ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് ആദ്യത്തെ കുറച്ച് നാൾ സെറ്റ് ആയിരിക്കും. പക്ഷെ പിന്നെ വളർന്നു വരുമ്പോഴത്തേക്ക് വീണ്ടും ചെയ്യണമല്ലോ എന്ന്, അല്ലെങ്കിൽ വീണ്ടും അടുത്ത് പോയി റൂട്ട് ചെയ്യണതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത്രയും ഭാഗത്തെ മുടി മാത്രം വേറൊരു ടെക്സ്ചർ, ബാക്കി മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതൊരു അഭംഗി തന്നെയാണ്. അപ്പം നമ്മൾ ഒറിജിനൽ മുടിയാണെങ്കിൽ, നമ്മൾ റിയൽ മുടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ടിപ്പ് വരെയും ഒരുപോലെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. പക്ഷെ ഇതൊരു വൃത്തികേട് പോലെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് പലപ്പോഴും. കാര്യം ഇപ്പൊ തന്നെ എന്റെ മുടി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ട, ഇതങ്ങോട്ട് സ്മൂത്ത് ചെയ്ത മുടി, ഇവിടുന്ന് ഇങ്ങോട്ട് എന്റെ ഒറിജിനൽ മുടി. അപ്പൊ ഇതൊരു വൃത്തികേടല്ലേ കണ്ടിട്ട്. സോ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം വേണ്ട. കാര്യം പിന്നെ ചിലർ പറയും ഈ ആഫ്റ്റർ കെയർ, നല്ല രീതിക്ക് ആഫ്റ്റർ കെയർ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുമ്പം അവർ തരുന്ന, അതായത് പാർലറുകാർ നമുക്കിത് ചെയ്തിട്ട് കുറെ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ തരും. അപ്പം അത് തന്നെ ഇതിന്റെ തന്നെ പ്രോഡക്റ്റിന്റെ ഞാനിപ്പം മെട്രിക്സിന്റെ എങ്ങാണ്ടൊക്കെ എനിക്ക് അവരെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ സാധാരണ ഇങ്ങനെയാണ് മുടി സ്മൂത്ത് ചെയ്യുന്നതിന് മുന്നേ എണ്ണ തേച്ച് കുളിക്കും. എനിക്ക് കൈ കിട്ടുന്ന ഷാമ്പു, കൈ കിട്ടുന്ന മീൻസ് ഞാൻ മാമർത്തിൻ്റെയാണ് യൂസ് ചെയ്യണത്. അത് അങ്ങനെയുള്ള ഷാമ്പു കണ്ടീഷണറും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും. ഞാൻ എൻ്റെ സ്ഥിരം റുട്ടീൻ എങ്ങനെയാണോ അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സെറം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് എൻ്റെ ആഫ്റ്റർ കെയർ. പിന്നെ അവർ പറയും എല്ലാ മാസവും വന്ന് സ്പാ ചെയ്യണമെന്ന്. ഞാൻ ആകെ സ്പാ ചെയ്തത് ഒരു പ്രാവശ്യം, സ്മൂത്ത് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ചെയ്തു. പിന്നെ റൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടും പിന്നെ ഒരു പ്രാവശ്യം ചെയ്തു. അല്ലാതെ ഞാൻ പാർലറിൽ പോകൊക്കെ വളരെ കുറവാണ്. ഞാൻ ത്രെഡ് ചെയ്യാൻ പോലും പാർലറിൽ പോകാറില്ല. ഞാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പം എനിക്ക് പാർലറിൽ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇങ്ങനെ സ്പാ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ മുടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളേ ഉള്ളൂ. അപ്പം നമുക്കിതൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിക്കോട്ടെ, മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര എന്താണ്, അതിന്റെ ആഫ്റ്റർ കെയർ ഒക്കെ ഒരു ഇതാണ്, ചടങ്ങാണ്. സോ എനിക്കതൊക്കെ മടുത്തു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും സ്മൂത്തനിങ് ഇല്ല. നോർമൽ മുടി എങ്ങനെയാണോ അത് വളർന്നു വന്നിട്ട് എനിക്കൊന്ന് കുറച്ച് ഇവിടെയൊക്കെ വെച്ചൊന്ന് വെട്ടിക്കളയണം എന്നുണ്ട്. ലെങ്ത് കുറച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനിപ്പം. അപ്പം എൻ്റെ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെയാണ് മുടി കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പം ലാസ്റ്റ് ടൈം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ മുടി മുറിച്ചത്. ഇപ്പം ഇത്ര ലെങ്തേ ഉള്ളൂ എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുടി വെട്ടിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് രാത്രി മുടി വെട്ടണമെന്ന് തോന്നും, ഞാൻ മുടി വെട്ടും. ചിലപ്പം ചില ദിവസം ഉച്ചയ്ക്ക് മുടി വെട്ടണമെന്ന് തോന്നും, ഞാൻ വെട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ മുടി വെട്ടും. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ മുടി ഒന്ന് നല്ലപോലെ വളർന്നു വന്നതിന് ശേഷം ഒരു ഫുൾ മുടി, എൻ്റെ റിയൽ ഹെയർ ഒരു ഇത്രയൊക്കെ ഒന്ന് വളർന്നു വന്നതിന് ശേഷം അവിടെ വെച്ചൊന്ന് ചോപ്പ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. പിന്നെന്ന് പറയുമ്പം സ്മൂത്തനിങ് ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്മൂത്തനിങ് ചെയ്താൽ നല്ലതാണോ എന്നൊക്കെ. പക്ഷേ ഞാൻ പറയുന്നു ഓക്കെ, സ്മൂത്തനിങ് ചെയ്യുന്നത് നല്ലതാണ്, അത് അവരവരുടെ ഇഷ്ടമാണ്. നമുക്ക് ചിലപ്പം നമ്മുടെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഫ്റ്റർ കെയർ ഇച്ചിരി കഠിനമാണ്. അപ്പം അതിന് സമയവും പൈസയും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ, അല്ല അതിന് മെനക്കെടാൻ താല്പര്യമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പാർലറിൽ പോയി നിന്ന് ഇപ്പോൾ സിമ്പിൾ ഒരു സ്പാ ചെയ്യണമെങ്കിൽ തന്നെ കുറഞ്ഞത് ഒരു മണിക്കൂർ വേണം. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് ഉണക്കി അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. അപ്പൊ എനിക്ക് ഈ പാർലറിൽ പോകാനുള്ള മടി കാരണം ഞാൻ സ്പാ ക്രീം വീട്ടിൽ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നാച്ചുറൽസിന്റെ. അപ്പൊ അത് ഞാൻ 2 ടിന്ന് വാങ്ങി. ആദ്യത്തെ ഒന്ന് തീർന്നു, പിന്നെ ഒന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട്. ആലോചിക്കണം, ഞാൻ 2 വർഷമായി സ്മൂത്ത് ചെയ്തിട്ട്. ആ 2 വർഷം കൊണ്ട് ഈ 2 ടിന്നേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്യാറില്ല, അത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. വല്ലപ്പോഴും ഈ ഷാമ്പു തേക്കണ മാതിരി സമയമില്ല, അതിന് മെനക്കെടാൻ വയ്യ എനിക്ക്. അപ്പൊ ഞാൻ ഈ കുളിക്കുന്ന ടൈമിൽ ഷാമ്പു തേക്കുന്ന മാതിരി എടുത്ത് ഒന്ന് പുരട്ടും, കഴുകികളയും. ഇതാണ് എന്റെ സ്പാ. അപ്പോ അത്രയ്ക്ക് പോലും എനിക്ക് താല്പര്യമില്ല ഇപ്പം, അതാണ് സത്യം. സോ അപ്പൊ ഞാൻ സ്മൂത്തനിങ് ഒക്കെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇനി എന്റെ പഴയ മുടിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എനിക്ക് ചില ആൾക്കാരുടെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ സ്മൂത്ത് ചെയ്ത ടൈം ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ നീ സ്മൂത്ത് ചെയ്തല്ലേ, ഇനി ഒരു 4 വർഷം അതിനുള്ളിൽ നിന്റെ തലയിലെ മുടി മൊത്തം പോവും എന്ന് പറഞ്ഞ ടീംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് അവരുടെ ഇത്രേ പറയാനുള്ളൂ. മുടി എന്ന് പറയുന്ന സാധനം കൊഴിഞ്ഞു പോകാനുള്ളത് തന്നെയാണ്. അതിപ്പോ എന്നായാലും കൊഴിഞ്ഞു പോകും. നമ്മളിപ്പോ സ്മൂത്ത് ചെയ്താലും സ്മൂത്ത് ചെയ്തില്ലെങ്കിലും സാധാ മുടിയുള്ളവർക്കും മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ഓക്കെ,
അപ്പം മുടി എന്ന് പറയുന്ന സാധനം പോയാൽ അത് തിരിച്ചു വരും. വന്നില്ലെങ്കിൽ തന്നെ ഇപ്പം എന്തെല്ലാം വഴികളുണ്ട് നമുക്ക്. വിഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്, മറ്റേ ടോപ്പർ അങ്ങനെ എന്തോ സാധനം ഉണ്ട്. മുടി വളർന്നില്ലെങ്കിൽ ഞാൻ വിഗ് വെച്ച് നടക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മൊട്ട അടിച്ച് നടക്കും, നോ പ്രോബ്ലം. ഈ മുടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്റെ മലയാളം ചെറുതായിട്ടൊന്ന് കുരുങ്ങാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പം മുടി ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കും. ഈ മുടി എന്ന് പറയുന്നതല്ല സൗന്ദര്യത്തിന്റെ ഒരു ഓക്കെ, ഒബ്വിയസ്ലി മുടി സൗന്ദര്യത്തിന്റെ ഒരു ഘടകമാണ്. പക്ഷേങ്കിൽ നല്ല മുടി ഉണ്ടായിട്ട് സ്വഭാവം നന്നായില്ലെങ്കിൽ അവിടെ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ മുടി ഉണ്ടായാൽ മാത്രം പോരാ, സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, സ്വഭാവം നന്നായിരിക്കണം. ഓക്കെ, ആ പുള്ളി അത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. പുള്ളിയുടെ വീട്ടിൽ ഒരാൾ ഇതുപോലെ മുടി സ്മൂത്ത് ചെയ്തു, പക്ഷെങ്കിൽ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. കാര്യം ആ പുള്ളിക്കും ഇതുപോലെ എനിക്ക് PCOD ആണെങ്കിൽ പുള്ളിക്ക് തൈറോയ്ഡ് ആണ്. അപ്പൊ അങ്ങനെ വേറൊരു ഹോർമോൺ ഇൻബാലൻസ് കാരണമാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്, അല്ലാതെ സ്മൂത്ത് ചെയ്തത് കൊണ്ടല്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, പിന്നെ പുള്ളിയുടെ ഹെയർ ഫോള് പോലെയല്ല എൻ്റെ ഹെയർ ഫോള്. അപ്പം ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ ഹെയർ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ ജനറ്റിക്സ് ഡിഫറെന്റ് ആണ്. അപ്പം സ്മൂത്ത് ചെയ്തത് കൊണ്ട് മുടി കൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂല ആരുടെയും. ഓക്കെ, മുടി ഇപ്പം സ്മൂത്ത് ചെയ്യാത്ത എത്ര ആൾക്കാരുടെ മുടി കൊഴിഞ്ഞു പോകുന്നു. മുടി കൊഴിയാനുള്ളത് കൊഴിയും, നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതിലാണ് കാര്യം. ഓക്കെ, പിന്നെ ചിലർ പറയും മുടി സ്മൂത്ത് ചെയ്ത മുടി മെടഞ്ഞിടാൻ പാടില്ല. ഞാൻ അതെല്ലാം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ മുടിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാറുണ്ടോ ആ എല്ലാ തരികിടയും ഞാൻ ഈ മുടിയിൽ ചെയ്യാറുണ്ട്. എനിക്ക് അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. എൻ്റെ മുടി പൊട്ടി പോകുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മുടി പോകുന്നെങ്കിൽ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോകാറാണ് പതിവ്. ഓക്കെ, കാര്യം ഹെയർ ഫോൾ, എനിക്ക് PCOD ഹെയർ ഫോൾ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ യാതൊരു വിധ പ്രശ്നവും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എൻ്റെ വീട്ടിലായാലും ഇവിടെ ചേട്ടൻ്റെ അമ്മയായാലും എപ്പോഴും ഞാൻ മുടി സ്മൂത്ത് ചെയ്തതിന് ശേഷം എനിക്കിപ്പോ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുടി കൊഴിഞ്ഞ് ഇപ്പം ഫുൾ പോയെന്ന് വെച്ചോ, എനിക്ക് പറയും ഓ നല്ലൊരു മുടിയായിരുന്നു, വെറുതെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയും. പിന്നെന്ന് പറയുമ്പം എൻ്റെ മുടി കൊഴിച്ചിലിന്റെ ആ ഒരു ആഘാതം എത്രമാത്രമാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കണം. കാരണം റൂമിന്റെ അകത്ത് മുഴുവൻ എൻ്റെ മുടി മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും മുടി, എവിടെ നോക്കിയാലും മുടി. കാരണം അത്രമാത്രമാണ് എൻ്റെ മുടി കൊഴിയുന്നത്. അപ്പം ഞാനിപ്പോ ഇവിടെ ഇല്ലെങ്കിലും എന്നെ മിസ് ചെയ്യൂലായിരുന്നു, കാരണം എൻ്റെ മുടി ഇവിടെ കാണും. അപ്പം നിങ്ങൾ എല്ലാവരും അറിയണം, ഈ സ്മൂത്തനിങ് ചെയ്തത് കൊണ്ടല്ല എൻ്റെ മുടി കൊഴിയുന്നത്. എൻ്റെ മുടി അതിനു മുന്നേ നല്ല രീതിക്ക് കൊഴിയുമായിരുന്നു. എവിടെ നോക്കിയാലും എൻ്റെ മുടി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ത്രോ ബാക്ക് പറയാനുള്ളത്, ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്മൂത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കിടക്കുന്ന മുടി ഇങ്ങനെയാവും. അപ്പം നമ്മൾ വീണ്ടും ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന മുടി വീണ്ടും ഇങ്ങനെയാവും. അപ്പൊ ഇങ്ങനെ കോല് പോലെ വരും. അപ്പം അതാണ് ഒരു പ്രശ്നം. അപ്പൊ നമ്മളെ മുടി ഹെയർ ഫോൾ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ മുടി മൊത്തം പോയി എന്നുള്ളത് നാട്ടുകാർ മൊത്തം പെട്ടെന്ന് അറിയും. അതാണ് വിഷയം. അതാണ് ഇതിലൊരു ത്രോ ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ പഴയ വേവി ഹെയർ ആണെങ്കിൽ എത്ര മുടി പോയാലും ഇങ്ങനെ തന്നെ അത് കിടക്കും. അപ്പം മുടി പോയ കാര്യം ആരും അറിയില്ല. അത് മാത്രമാണ് എനിക്ക് ഈ സ്മൂത്തനിങ്ങിൽ ഒരു ത്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഹെയർ ഫോൾ ഉള്ളവര് മുടി സ്മൂത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്മൂത്ത് ഓർ സ്ട്രൈറ്റനിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഈ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും എല്ലാം ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ഓടിപ്പോയി റൂട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 1 year ഒക്കെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം റൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ബോഡിയും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം. കാരണം ഇതെല്ലാം കെമിക്കലാണല്ലോ, വെറുതെ നമ്മളെ ബോഡീനെ കെമിക്കലുമായിട്ട് എക്സ്പോസ് ചെയ്യേണ്ട, എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കാണുന്ന ഹെയർ തന്നെയാണ് എൻ്റെത്. എനിക്ക് പ്രത്യേകിച്ച് ഹെയർ കെയർ റൂട്ടീൻ അങ്ങനെയൊന്നുമില്ല. തോന്നുമ്പോൾ കുളിക്കുന്നു, തോന്നുമ്പം ഷാമ്പു ചെയ്യുന്നു, തോന്നുമ്പോൾ കണ്ടീഷൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മുടി പൊതുവെ മുന്നേ, അതായത് എൻ്റെ പഴയ മുടി നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പം സ്മൂത്തനിങ് ചെയ്താൽ അത്രയ്ക്കങ്ങ് മുടിയുടെ കട്ടി കുറഞ്ഞു പോയിട്ടില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.